ഹായ് ഫിക്സെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ സെഗ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്, പ്രോ ടൂൾസ്. അപ്പൊ ഈ ഒരു പ്രോ ടൂൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, കാരണം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പല ടൂൾസും നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ടൂൾസ് ഞാനും രഞ്ജിത്തും കൂടിയാണ് പരിചയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്നുണ്ടാവും ഒരു ചെറിയ ടൂളാണ്. എന്റെ പേരിൽ ഒരു ഏകദേശം ഒരു 2-3-4 ഇഞ്ച് അല്ലെ, 4 ഇഞ്ചുള്ള ഒരു ടൂളാണ്. അപ്പൊ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊരു സെപ്പറേറ്റർ ആയിരിക്കാം, ചിലപ്പോ എന്താ പറയുക ഈ ഒരു സൈസിൽ വേറെ ഏതാ ടൂള് അയൺ ആയിരിക്കാം. അങ്ങനെയുള്ള ചെറിയ ടൂളെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് അങ്ങനെയൊന്നും അല്ല, വളരെ ക്യൂരിയോസിറ്റി ഉള്ള ഒരു ടൂളാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള. എന്റെ ഇപ്പൊ സ്പേസിന്റെ പേരിൽ പലരും ഈ വർക്ക് പോലും ചെയ്യാറില്ല. അല്ല രഞ്ജിത്ത്, ഈ ടൂളിനെ കുറിച്ച് വേറെ എന്താ ഈ കാണിക്കുന്ന മുന്നേ എന്താ പറയാനുള്ളത്? ഇത് നമുക്ക് പറയുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഈ വർക്കിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ചെറിയ മെഷീനാണ്. ഓക്കെ, അപ്പൊ അതാ കേട്ടോളൂ, നിങ്ങൾ കേട്ടാണെന്ന് വിശ്വസിക്കുന്നത് എന്താണ്? ഓക്കെ, ലോകത്തിലെ നിങ്ങൾ കേട്ടാണെന്ന് വിശ്വസിക്കുന്ന ചെറിയ മെഷീൻ, ലോകത്തിലെ തന്നെ ഈ ഒരു സെഗ്മെന്റിനോടുള്ള ഏറ്റവും ചെറിയ മെഷീൻ, അതും അഡ്വാൻസ്ഡ് ടെക്നോളജി. നമുക്ക് എന്തായാലും നോക്കാം എന്താണുള്ളത്. എന്താ രഞ്ജിത്ത് ഓപ്പൺ ചെയ്യട്ടെ? ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ നിങ്ങൾ കണ്ടാണും ഐഫിക്സിന്റെ IF-S01. എന്താണ് രഞ്ജിത്ത് ഈ ഒരു മെഷീനെ കുറിച്ച് പറയാനുള്ളത്? ഇതാണ് ഞാൻ പറഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ലാമിനേഷൻ, OCA ലാമിനേഷൻ വേണ്ടിയിട്ട്. ഓക്കെ, OCA ലാമിനേഷൻ. കാരണം OCA ലാമിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഈ ഒരു സൈസുള്ള മെഷീന്, അതുപോലെ തന്നെ കംപ്രസർ, അതുപോലെ തന്നെ മോട്ടർ, വാക്കും, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കണ്ടു കാണും. ഈ ചെറിയ എന്റെ മേലെ ഒരു കയ്യിൽ ഇങ്ങനെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ മെഷീൻ ഉള്ളത്. ഈ ഒരു ചെറിയ മെഷീനിൽ ഇത് പോസിബിൾ ആണോ? തീർച്ചയായും. എന്തിനു സംശയം? ഇതില് എയർ ബാഗ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡാമേജ് ആവുമോ എന്നുള്ള ടെൻഷനും വേണ്ട. അപ്പോ ഈ ഒരു മെഷീൻ വന്നിട്ട് നമ്മളുടെ ഐഫിക്സിന്റെ എല്ലാ ബ്രാഞ്ചിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ എൻക്വയറി ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ കൂടുതലും വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ ടെക്നോളജി ഇതിൽ വരുന്നുണ്ട്. എന്റെ പേരിൽ ഇതിൽ എന്തോ ഒരു എക്സ്ട്രാ ഫീച്ചർ ഉണ്ടല്ലോ, ഇതെന്താ? ഞാനതാ പറഞ്ഞത്, ഒരു അഡ്വാൻസ് ഫീച്ചർ എന്ന് പറഞ്ഞത്. ഇതില് വൈഫൈ യൂസ് ചെയ്ത് നമുക്ക് വൈഫൈ കണക്ടിവിറ്റി അതാണ്. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്, വരാൻ പോകുന്ന ടെക്നോളജി ഇപ്പോഴേ ഇതിനകത്ത് അവൈലബിൾ. അപ്പൊ ഈ വൈഫൈ ടെക്നോളജി എന്ന് പറയുമ്പോൾ പലർക്കും ആശങ്ക ഉണ്ടാവും, എന്താണ് ഈ വൈഫൈ ടെക്നോളജി? കാരണം ഇത് ഒരു ആപ്പ് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു മെഷീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു ആപ്പ് വെച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടെക്നോളജി വൈസുള്ള ഒരു ആക്സസ് കിട്ടും. അപ്പൊ ഈ ആപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിലുള്ള മറ്റൊരു പ്രത്യേകത ഉണ്ട്. മേ ബി ഇതിന് എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സർവീസ് സെന്ററിൽ കൊണ്ടുവരണമെന്നില്ല. ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് ഓൺലൈൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ടൂൾ എന്താണ് ഇതിന്റെ പ്രോബ്ലം എന്നുള്ളത് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഫൈൻഡ് ചെയ്ത് അതിന് സ്പെയർ പാർട്സ് വേണമെങ്കിൽ പോലും അത് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇത്രയും ചെറിയ ലാമിനേഷൻ മെഷീൻ ആണ്. അപ്പൊ ഇതിന്റെ പ്രവർത്തനം എല്ലാം ഉള്ള നമ്മളെ വീഡിയോസ് നമ്മളെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ചാനലിലെ വീഡിയോസ് കാണാം. അതുപോലെ തന്നെ ഇത് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റോറുകൾ സന്ദർശിക്കാം. കേരളത്തിൽ ഉടനീളം പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങളുടെ സ്റ്റോർ അവൈലബിൾ ആണ്. ഈ മെഷീനെ കുറിച്ചും ഈ മെഷീന്റെ മോഡൽ നമ്പർ പറയാൻ മറക്കരുത് രജിത, IF-S01. അപ്പൊ S01 കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, വണക്കം. രഞ്ജിത്തും ഞാനും ബൈ.